നമസ്കാരം. മേലത്തൂരിൽ യുവതിയെ ചതിയിലൂടെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി വൈശാഖനും ഭാര്യയ്ക്കുമെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. കൊലപാതകത്തിനു ശേഷം യുവതിയുടെ മൃതദേഹം വൈശാഖനും ഭാര്യയും ചേർന്ന് കാറിൽ കയറ്റുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കേസിലെ മുഖ്യപ്രതിയായ വൈശാഖൻ നിലവിൽ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലുണ്ട്. നടുക്കുന്ന വിവരങ്ങളാണ് ഏലത്തൂർ കൊലപാതക കേസിൽ പുതിയ കണ്ടെത്തലുകളിലൂടെ പുറം ലോകമറിയുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെയും ക്രൂരമായ ചതിയിലൂടെയുമാണ് വൈശാഖൻ യുവതിയുടെ ജീവൻ എടുത്തതെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ശനിയാഴ്ച തന്റെ ഉടമസ്ഥതയിലുള്ള വ്യവസായ സ്ഥാപനത്തിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തിയ തന്നെ കൊലപ്പെടുത്തുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയായിരുന്നു. യുവതിയുമായുള്ള ബന്ധം തന്റെ ഭാര്യ അറിയുമെന്ന ഭയമാണ് വൈശാഖിനെ ഈ കടുംകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കൊലപാതകം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ അതിവിദഗ്ധമായ രീതിയിലാണ് ഇയാൾ ആസൂത്രണങ്ങൾ നടത്തിയത്. ആദ്യം യുവതിക്ക് ജ്യൂസിൽ ഉറക്കഗുളിക കലർത്തി നൽകി അവരുടെ മനോനിലയെ തളർത്തി. തുടർന്ന് നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഇരുവരും സ്റ്റൂളിൽ കയറി കഴുത്തിൽ കുരുക്കിട്ടു. എന്നാൽ യുവതിയുടെ കഴുത്തിൽ കുരുക്ക് മുറുകിയ നിമിഷം വൈശാഖൻ തന്റെ ഭാഗത്തെ കുരുക്കുപേക്ഷിച്ച യുവതി നിന്നിരുന്ന സ്റ്റൂൾ തട്ടിമാറ്റി മരണം ഉറപ്പുവരുത്തുകയായിരുന്നു. പ്രണയത്തിന്റെ പേരിൽ വിശ്വസിച്ച് കൂടെ നിന്നയാളെ മരണത്തിലേക്ക് തള്ളിയിട്ട ഈ കൊടും ക്രിമിനലിനെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലോടുകൂടി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ആദ്യം ഒരു സാധാരണ ആത്മഹത്യ എന്ന് തോന്നിച്ച കേസിലാണ് CCTV ദൃശ്യങ്ങൾ നിർണായകമായത്. മൃതദേഹം മാറ്റാൻ ഭാര്യയുടെ സഹായം വൈശാഖൻ തേടിയെന്ന കണ്ടെത്തൽ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വൈശാഖനും ഭാര്യയും ചേർന്ന് മൃതദേഹം കാറിൽ കയറ്റുന്നത് വ്യക്തമായി കാണാം. ഇന്ന് നടക്കുന്ന തെളിവെടുപ്പോടെ ഈ ക്രൂരകൃത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏലത്തൂർ കൊലപാതക കേസിൽ പ്രതിയുടെ ആത്മഹത്യാ നാടകം പൊളിച്ചത് സ്ഥാപനത്തിനുള്ളിലെ CCTV ദൃശ്യങ്ങളാണ്. കേവലം ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈശാഖൻ പോലീസിലടക്കം വിവരങ്ങൾ അറിയിച്ചത്. എന്നാൽ പോലീസിന് സംശയം തോന്നുകയും വൈശാഖന്റെ സ്ഥാപനത്തെ സീൽ ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ വൈശാഖന് സാധിച്ചിരുന്നില്ല. മരണം ഒരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ പ്രതി വൈശാഖൻ പരമാവധി ശ്രമിച്ചെങ്കിലും ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെ കൊലപാതക വിവരം പുറത്തുവരികയായിരുന്നു. യുവതിയുടെ സ്റ്റൂൾ പ്രതി മനഃപൂർവ്വം തട്ടിമാറ്റുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായതും കേസിൽ നിർണായക വഴിത്തിരിവായി. കൂടാതെ കൊലപാതകത്തിനു ശേഷം മൃതദേഹം ഒളിപ്പിക്കാൻ വൈശാഖന് ഭാര്യയുടെ സഹായം ലഭിച്ചുവെന്ന പുതിയ വെളിപ്പെടുത്തൽ കേസിലെ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. മാത്രമല്ല, കടയ്ക്കുള്ളിലെ CCTV ദൃശ്യങ്ങളിൽ വൈശാഖൻ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും മരണത്തിന് മുൻപും മരണത്തിന് ശേഷവും മൃതദേഹത്തിലടക്കം ലൈംഗിക വൈകൃതങ്ങൾ കാണിച്ചതായും ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. എന്തായാലും മൃതദേഹം കാറിൽ കയറ്റാൻ ഭാര്യ കൂട്ടുനിന്നു എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതോടെ കേസിൽ പ്രതികളുടെ എണ്ണം വർദ്ധിക്കും. കേസിലെ തെളിവെടുപ്പ് നടപടികൾ ഊർജിതമായി തുടരുകയാണ്. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി വൈശാഖനെ ഇന്ന് കൊലപാതകം നടന്ന ഏലത്തൂരിലെ വ്യവസായ സ്ഥാപനത്തിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തും. കൃത്യം നടന്ന രീതിയും അതിനുശേഷം തെളിവുകൾ നശിപ്പിക്കാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് സംഘം വിശദമായി പരിശോധിക്കും. മൃതദേഹം കടത്താൻ ഉപയോഗിച്ച വാഹനത്തെക്കുറിച്ചും അതിൽ ഭാര്യയുടെ പങ്കിനെക്കുറിച്ചും കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം ഇപ്പോൾ ശ്രമിക്കുന്നത്.